പ്രാർത്ഥിക്കുന്നവർക്ക് എന്നും പ്രശ്നം, പ്രാർത്ഥിക്കാത്തവർക്ക് ഒരു കുഴപ്പമില്ല. അവർ ദൈവത്തെ ഭയപ്പെടുന്നില്ല, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നില്ല, അവർ പ്രാർത്ഥിക്കുന്നില്ല, അവർ നല്ല ജീവിതം ജീവിക്കുന്നു. പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ദൈവശബ്ദം കേട്ടിട്ടും ഞാൻ വീണ്ടും വീണ്ടും കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നു. അപ്പൊ ഈ ഒരു ചിന്തയും ഈ ഒരു ചോദ്യവും ഇല്ലാത്ത മനുഷ്യരെ കാണുക. ഇതുപോലെ പ്രശ്നം വരുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കും. 73-ാമത്തെ സങ്കീർത്തനം മുഴുവൻ നമ്മളൊന്ന് വായിച്ചാൽ ഇതേ ചോദ്യം ദൈവഭക്തനായ ആസാഫ് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഭക്തിയോടെ ജീവിച്ചതും ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് കഷ്ടതകൾ, ദുഷ്പ്രവർത്തിക്കാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർ ബാധിക്കപ്പെടുന്നില്ല, അവർ എന്നും സമൃദ്ധി അനുഭവിക്കുന്നു, അവരുടെ കണ്ണൊന്തി വരുന്നു, അവരുടെ പുഷ്ടി നിമിത്തം കണ്ണൊന്തി വരുന്നു, അവർക്കൊരു കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ അദ്ദേഹം ഒത്തിരി ആകുലപ്പെടുകയാണ്. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ ഒടുവിൽ ദൈവം അദ്ദേഹത്തിന് ഒരു ബോധ്യം കൊടുത്തിട്ട് ദൈവാലയത്തിലേക്ക് ചെന്ന് ഈ മനുഷ്യരുടെ അന്തം എന്താകും, എൻ്റെ അവസാനം എന്താകും. അപ്പൊ 2 പേരുടെ അവസാനത്തിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ദൈവാലയത്തിൽ ചെന്ന് കാണുകയാണ് ഈ ദുഷ്പ്രവൃത്തിക്കാരായ ആളുകളുടെ അവസാനം അവരെ ദൈവം വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. ഒരു പുല്ല് ഉണങ്ങിപ്പോകുന്ന പോലെ പെട്ടെന്ന് ഒരു ദിവസത്തിൽ, ഒരു സുപ്രഭാതത്തിൽ അറിയുന്നു, തകർന്നു പോയി, നശിച്ചുപോയി, വീണുപോയി. നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. അടുത്ത കാഴ്ച കാണുന്നത് 23-ാം സങ്കീർത്തന 23-ാം വാക്യം, 73-ാം സങ്കീർത്തനം 23-24 വാക്യത്തിൽ എഴുതിയിരിക്കുക. എന്നിട്ട് ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഇതാണ് അവൻ കണ്ട കാഴ്ച. ഭയങ്കര സന്തോഷം, എൻ്റെ കയ്യിൽ ദൈവം പിടിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ ആലോചന തന്ന് എന്നെ നടത്തുന്നു, ലാസ്റ്റ് ദൈവം എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുന്നു. അപ്പൊ ഇത്രയും ഒരു തിരിച്ചറിവ് ദൈവം കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് മതി. ഈ ലോകത്തിന്റെ ഒന്നും അനുഭവിച്ചില്ലെങ്കിലും എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് നല്ലതെന്ന് പറഞ്ഞാണ് ആ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരുപാട് ചോദ്യങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ഫേസ് ചെയ്യും. പക്ഷേ ദൈവം കൂടെ ഉണ്ടെന്നും അവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ദൈവം അത് മഹത്വമാക്കി തീർക്കുമെന്നുമുള്ളതാണ് സത്യവും യാഥാർത്ഥ്യമായ കാര്യം. യേശുവിനെയും ശിഷ്യന്മാരെയും ഗലീലയിലെ കാനാവിലെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. എന്നാൽ വീഞ്ഞ് പോരാതെ വന്നപ്പോൾ അവർ വളരെയധികം തകർന്നു. ആ വീട് നടത്തുന്നയാൾ, അല്ലെങ്കിൽ വിവാഹത്തിന്റെ വിരുന്നുവാഴി, അദ്ദേഹം അപമാനം ഏൽക്കാൻ പോവുകയാണ്. ആ ഭവനം മുഴുവൻ അപമാനിക്കപ്പെടാൻ പോവുകയാണ്. ആ സമയത്താണ്, ആ അപമാനത്തിന്റെ വക്കിൽ നിൽക്കുന്ന ആ സമയത്താണ് യേശു തന്റെ മഹത്വം വെളിപ്പെടുന്നത്. പച്ചവെള്ളം പുറത്തിരുന്ന കൽപാത്രത്തിൽ പച്ചവെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞിട്ട് ആ പച്ചവെള്ളത്തെ അനുഗ്രഹിച്ച് വീഞ്ഞാക്കി മാറ്റി എന്ന് മാത്രമല്ല, യോഹന്നാൻ 2:11 എഴുതിയിരിക്കുന്നു, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തി, അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അതെ, ഒരു ശോധന, ഒരു വലിയ വേദനയിലൂടെ ദൈവം കടത്തിവിടുകയാണ്. പക്ഷെ അടുത്ത സമയത്ത് വലിയൊരു മഹത്വം വെളിപ്പെടുകയാണ്. അതെ, ദൈവം അനുവദിക്കുന്ന ചില ശോധനയുണ്ട്, അതിനപ്പുറം ഒരു മഹത്വവും കാത്തിരിപ്പുണ്ട്. യേശുവിന് ഏറ്റവും പ്രിയനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ലാസർ, മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ ലാസർ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വരുമ്പോൾ ലാസർ ദീനമായി കിടക്കുന്നവർ യേശുവിനെ അറിയിച്ചു. യേശു വീട്ടിലോട്ട് പോയില്ല. യേശു ഒരു വാക്ക് പറഞ്ഞു, ഇത് മരണത്തിനല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് വേണ്ടിയാണ്. പിന്നെ ലാസർ മരിച്ചു, യേശു പോയില്ല. 4-ാം ദിവസം, അടക്കം കഴിഞ്ഞ് 4-ാം ദിവസം ചെന്നു. അവിടെ ആരും യേശു ഈ മനുഷ്യനെ ഉയർപ്പിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും അവർക്കില്ല. പക്ഷേ യേശു പറഞ്ഞു, ദൈവത്തിന്റെ മഹത്വം കാണും, വിശ്വസിക്കേ, ദൈവത്തിന്റെ മഹത്വം കാണും. ഒടുവിൽ കർത്താവ് ആ മരിച്ച ചീഞ്ഞളിഞ്ഞ ശരീരത്തെ നോക്കി പേര് പറഞ്ഞ്, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞപ്പോൾ ആ ശരീരം ഒരു നല്ല യൗവനക്കാരന്റെ പുതിയ ശരീരമായി പുറത്തു വരാനിടയായി. അവന്റെ മഹത്വം വെളിപ്പെടുത്തി. ഹല്ലേലൂയ. അതിനുവേണ്ടി അനുവദിച്ച ചില രോഗം, മരണം, നിന്ന, പരിഹാസം, ഇതെല്ലാം ആ കുടുംബം ഏറ്റുവാങ്ങേണ്ടി വന്നു.
ഒടുവിൽ മഹത്വം വെളിപ്പെട്ടു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന മറുപടിയില്ലാത്ത കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. അത് രോഗത്തിലൂടെ ആണെങ്കിലും, കടഭാരത്തിലൂടെ ആണെങ്കിലും, നഷ്ടങ്ങളിലൂടെ ആണെങ്കിലും, ചില പ്രശ്നങ്ങൾ കൊണ്ട്, കുഞ്ഞുങ്ങളുടെ വിഷയം കൊണ്ട്, ചില അപമാനത്തിന്റെ വിഷയങ്ങളിലൂടെയൊക്കെ ആണെങ്കിലും, പിന്നത്തേത് ദൈവത്തിനത് മഹത്വമാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. ദൈവം അത് മഹത്വമാക്കി മാറ്റും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ടിട്ടും ദൈവത്തിന്റെ വഴിയിൽ നടന്നിട്ടുമാണ് ഈ അപമാനമെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ദൈവത്തിനുള്ളതാണ്. ദൈവം അത് മഹത്വമാക്കി മാറ്റും. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9-1 എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ട് അവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഹീനത വരുത്തിയ സ്ഥലം, ജാതികളുടെ ഗലീല എന്നറിയപ്പെടുന്ന സ്ഥലം, യേശുക്രിസ്തുവിന്റെ ജനത്തോടുകൂടി അവിടെ മഹത്വം വെളിപ്പെട്ടു. ഹല്ലേലൂയ. അതെ, നിങ്ങൾ കടന്നു പോകുന്ന ഒരുപാട് ശോധനകളുടെ നടുവിലും, ഒരുപാട് മറ്റുള്ളവർ പരിഹസിക്കത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളുടെ നടുവിലും ആ സാഹചര്യങ്ങളെ ദൈവം ഒരു മഹത്വ വിഷയമാക്കി മാറ്റാൻ പോകുകയാണ്. ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ? ദൈവം നിങ്ങളിൽ ഒരു മഹത്വം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കാണുന്ന ആ ശോധനകളോ ആ താഴ്ച നിങ്ങളുടെ അവസാനമല്ല, അതിനപ്പുറത്ത് ദൈവം മഹത്വം വെളിപ്പെടുത്തിയിരിക്കും. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഒത്തിരി കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന, അനവധി ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്ന, പരിഹാസങ്ങളിലൂടെ കടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവ് ഒരു മഹത്വം വെളിപ്പെടുത്താൻ പോകുമെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ കർത്താവെ. എന്നാൽ ഇന്ന് ഞങ്ങൾ നിന്റെ വചനത്തിലൂടെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഗലീലയിലെ കാനാവിലും, കർത്താവ് ലാസറിന്റെ ഭവനത്തിലും, കർത്താവെ ആസാഫ് കർത്താവ് ദർശനത്തിൽ കണ്ടതുപോലെ തന്നെ കൈക്ക് ഞങ്ങളെ പിടിച്ചിരിക്കുകയാണ്. വഴുതി പോകാതെ മഹത്വത്തിലേക്ക് ഞങ്ങളെ കൈക്കൊള്ളാൻ കാത്തിരിക്കുന്ന ദൈവം അങ്ങനെ ഒരു മഹത്വത്തിലേക്ക് ഞങ്ങളെ നടത്താൻ പോകുന്നു. ശൂന്യത വരുത്തിയ സ്ഥലത്ത്, ഹീനത വരുത്തിയ സ്ഥലത്ത് മഹത്വം വെളിപ്പെടുത്തിയതുപോലെ ഈ കുടുംബത്തിൽ മഹത്വം വെളിപ്പെടുത്തണമേ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യണം. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം മുഴുവൻ ഞങ്ങൾ റിസീവ് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും മഹത്വം വെളിപ്പെട്ടു വരട്ടെ. ആമേൻ. അവിടുന്ന് ജീവിക്കുന്ന ദൈവം, അവനിൽ അവിടത്തേക്ക് നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് വേണ്ടി അവിടുന്ന് മഹത്വം വെളിപ്പെടുത്താൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം വിശ്വസ്തൻ. ദൈവത്തിൽ നീതികേടില്ല. നിങ്ങളുടെ കഷ്ടതകൾ ദൈവം മഹത്വമാക്കി മാറ്റും. ഈ സന്ദേശം കുറെ പേർക്ക് നിങ്ങൾ പങ്കുവയ്ക്കുമല്ലോ. God bless you. Have a blessed day.